എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഹൈപ്പ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ദേഷ്യം വന്നിട്ട് ഗോവർദ്ധൻ പറയുന്നുണ്ട്, ഇതൊക്കെ കിട്ടണം, ഇതുങ്ങളെയൊക്കെ അഴിച്ചു വിട്ടേക്കുമല്ലായിരുന്നോ, അപ്പം ഇതൊക്കെ അനുഭവിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ പറയുമ്പം അലീന പറയുന്നുണ്ട്, ഇങ്ങനെയൊന്നും അച്ഛനോട് പോയി പറയില്ല, അച്ഛൻ ആകെ വിഷമാവും, ടെൻഷനാകും എന്നൊക്കെ പറയുമ്പം ഗോവർദ്ധൻ പറയുന്നുണ്ട്, ഇതിപ്പം ഞാൻ പറഞ്ഞില്ലെങ്കിലും നാളത്തെ പത്രം വരുമ്പം എല്ലാം പുറത്താകും, ഫോട്ടോ സഹിതം ചിലപ്പോൾ പത്രത്തിൽ വരും, അങ്ങോട്ട് കൊണ്ടുപോയത് ആരാണ്, തിരിച്ചു കൊണ്ടുപോകുന്നത് ആരാണ്, അതുപോലെ ആ പെങ്കുച്ചിന് മയക്കുമരുന്ന് കലക്കി കൊടുത്തത് എങ്ങനെയാണ് എന്നുള്ള സകല വിവരവും പത്രത്തിൽ വരും. നമ്മൾ ഇതിനു മുമ്പും പല പീഡന കേസും വായിച്ചിട്ടുള്ളതാണല്ലോ, അത് വെച്ച് പറഞ്ഞതാണ് എന്ന് പറയും. എന്നിട്ട് ഇത്തിരി സമാധാനമാകുമ്പോൾ പറയുന്നുണ്ട്, എന്നെ ഇങ്ങോട്ട് വിട്ടത് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയാണ്, ബാലേട്ടൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട്, വേണ്ട അങ്കിളെ, ഇവിടെ ഇപ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, അങ്കിൾ അച്ഛൻ്റെ അടുത്ത് നിന്നാൽ മതിയെന്ന്. ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഗോവർദ്ധൻ അവിടെ നിന്ന് ഇറങ്ങി പോരുക. ഗോവർദ്ധൻ താഴോട്ട് ഇറങ്ങി വരുന്നതേക്കും അടുത്തേക്ക് ഓടി വരുന്നുണ്ട് കേട്ടോ ബബിത. എന്നിട്ട് ചോദിക്കും, എന്താ അങ്കിളെ, എന്താ ഇവിടെ സംഭവിക്കുന്നത് എന്ന് ചോദിക്കുക. എന്നിട്ട് ഗോവർദ്ധൻ ചോദിക്കും, ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും ഇതുവരെ മനസ്സിലായിട്ടില്ലേ, ഒന്നും കണ്ടില്ലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ, അല്ല രോഹിയേട്ടൻ പോലീസ് സ്റ്റേഷനിലാണ്, അതെനിക്കറിയാം, രോഹിയേട്ടനെ ഇറക്കാൻ വേണ്ടി ഒരു വക്കീലിനെ ഏർപ്പാടാക്കിയ പോരെ എന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നറിയാനാണ് ഞാൻ പോകുന്നത് എന്ന് പറയുമ്പം, അല്ല ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങളാരും ഞങ്ങളോട് പറയുന്നില്ല, അതെന്താ, ഞങ്ങളാരും അച്ഛൻ്റെ മക്കളല്ലേ, അതോ അവൾ മാത്രം അച്ഛൻ്റെ മകളുള്ളൂ, ഞങ്ങളാണോ ഇവിടുത്തെ വേലക്കാർ എന്നൊക്കെ ചോദിക്കുവാണ്. അന്നേരം ഒന്നും മിണ്ടാതെ ഗോവർദ്ധൻ ഇങ്ങനെ മുഖത്തേക്ക് നോക്കി നിൽക്കുവാണ്. അന്നേരം അവൾ വീണ്ടും ചോദിക്കുവാണ്, അതെന്താ ഇനി ഇവളുടെ അത്ര സൗന്ദര്യം ഞങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ടാണോ ഞങ്ങളോട് ഇതൊന്നും പറയാത്തത് എന്ന്. അത് കേൾക്കുമ്പോൾ ഗോവർദ്ധനും ദേഷ്യം വരും. ഗോവർദ്ധൻ പറയും, എടി കൊച്ചേ, നീ കിടന്ന് തുള്ളാത്ത തറയിലോട്ട് നിൽക്ക്, നിൻ്റെ അമ്മയാണെങ്കിൽ 2 കാലും ഒടിഞ്ഞ് ഹോസ്പിറ്റലിൽ കിടക്കുക, അച്ഛനാണെങ്കിൽ അതേ ഹോസ്പിറ്റലിൽ ICUയിൽ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് കിടക്കുന്നു, നിൻ്റെ ചേട്ടനാണെങ്കിൽ ബലാത്സംഗ കേസിൽ പോലീസുകാർ ഇടികൊണ്ട് ലോക്കപ്പിൽ കിടക്കുക, എന്നിട്ട് നിങ്ങൾക്കൊന്നും തറയിൽ നിൽക്കാറായിട്ടില്ലേ, നിന്നോടൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ട് നീയൊക്കെ എന്നാ ചെയ്യുമെന്നാ, എന്തെങ്കിലും ചെയ്യാനുള്ള കഴിവുണ്ടോ, ഇല്ലല്ലോ, എന്നിട്ടും അഹങ്കാരത്തിന് കുറവൊന്നുമില്ല, നീ നാളെ പുറത്തേക്ക് ഇറങ്ങുക, ആൾക്കാർ നിന്നെ വലിച്ചു കീറും, എറിഞ്ഞ് തല പൊട്ടിക്കും, ആ ഒരവസ്ഥയിൽ ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് ഗോവർദ്ധൻ അങ്ങോട്ട് പോകും. പോയി കഴിയുമ്പം ബബിതയോട് അലീന ചോദിക്കുന്നുണ്ട്, ബബിത നിനക്ക് എന്താ അറിയണ്ടേ, എന്നോട് ചോദിച്ചാൽ മതിയെന്ന്. അന്നേരം അവളുടെ അഹങ്കാരത്തിന് ഒരു പൊടി കുറവില്ല കേട്ടോ. അന്നേരം അവൾ പറയുവാണ്, എനിക്ക് നിന്നോട് എന്തെങ്കിലും ചോദിച്ചിട്ട് അറിയണമെന്ന് ഒരാഗ്രഹവും ഇല്ല, എല്ലാവർക്കും നീ വലിയ ആളായിരിക്കും, അതുകൊണ്ടായിരിക്കും നിന്നോട് ചർച്ച ചെയ്യുകയും നിന്നോട് അഭിപ്രായം ചോദിക്കുകയും ഒക്കെ ചെയ്യുന്നത്, പക്ഷേ എനിക്ക് അങ്ങനെയില്ല, എൻ്റെ മുടിനാരിൻ്റെ വില പോലും ഞാൻ നിനക്ക് തന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തുള്ളിച്ചാടി അകത്തേക്ക് പോകുന്നു. ഇതെല്ലാം കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ വിഷമിച്ച് നിൽക്കുവാണ് കൃഷ്ണമോൾ. അന്നേരം അലീനെ കൃഷ്ണമോളെ തോളെ തട്ടി ഒന്ന് ആശ്വസിപ്പിച്ചിട്ട് അലീനെ അങ്ങോട്ട് പോകുന്നുണ്ട്. ആകെ വിഷമിച്ച് നിൽക്കുന്നു കൃഷ്ണമോൾ. പിന്നെ കാണിക്കുന്നത് കൈതക്കൽ മാളിക വീടാണ്. ആ വീടിൻ്റെ ഗേറ്റിൽ കുറേ ആൾക്കാർ വന്ന് ബഹളം വെക്കുന്നു. ഒരുത്തനാണെങ്കിൽ ഗേറ്റിൻ്റെ മണ്ടേ വലിഞ്ഞ് കയറിയിട്ട് അതിന് മണ്ടേ കയറിയെന്ന് തെറി പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. കൈ കിട്ടുന്ന കല്ലൊക്കെ എടുത്ത് എറിയുക. അന്നേരം ആകെ പേടിച്ചിട്ട് കമല ഓടി വന്ന് മനുവിൻ്റെ റൂമിൽ വന്ന് വിളിക്കുന്നുണ്ട്. മനുവിന് ആകെ ദേഷ്യമായതുകൊണ്ട് മനു റൂം തുറക്കുന്നില്ല. കുറേ വിളിച്ച് കഴിയുമ്പോൾ വന്ന് തുറന്നിട്ട് എന്നതാ എന്നിങ്ങനെ ദേഷ്യപ്പെട്ട് ചോദിക്കുക. അന്നേരമാണ് കമല പറയുന്നത്, എടാ കുറേ ആൾക്കാർ പുറത്ത് കിടന്ന് ബഹളം വെക്കുന്നു, ഒരുത്തനാണ് ഗേറ്റിൻ്റെ മണ്ടേ വലിഞ്ഞ് കയറി നിൽപ്പുണ്ട്, അവർ കല്ലൊക്കെ എടുത്ത് എറിയുന്നുണ്ട്, എന്നാ ചെയ്യുന്നേ, നീ അങ്ങോട്ടൊന്ന് ചെല്ല് എന്ന് പറയും. അന്നേരം മനു പറയുന്നുണ്ട്, അങ്ങോട്ട് ഞാൻ എന്തിനാണ് ചെല്ലുന്നത്, നിങ്ങളുടെ ഇളയ മോനിലെ അവനെ സ്വീകരിക്കാൻ വേണ്ടി വന്ന ആൾക്കാരാണ്, അവനുള്ള പൂമാലയായിട്ടാണ് അവർ വന്നത്, അത് ഞാൻ പോയി മേടിക്കണോ എന്ന് ചോദിക്കുമ്പോൾ, പിന്നെ എന്നാടാ ചെയ്യുന്നത്, നീ അവിടെ ചെന്ന് അവരോട് എന്തെങ്കിലും പറ, അല്ലെങ്കിൽ അവരെല്ലാവരോടും ഇതാ അടിച്ചു പൊളിക്കും, അല്ലെങ്കിൽ നീ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പോലീസുകാരോടെങ്കിലും പറ എന്നൊക്കെ പറയുവാണ്. അന്നേരം ദേഷ്യം വന്ന് നിൽക്കുവാണ് മനുവെ. പിന്നെ എന്നാ ചെയ്യുന്നത്, വേറെ നിവൃത്തിയില്ലല്ലോ, അതുകൊണ്ട് മനു നേരെ ബാൽക്കണിയിലേക്ക് വരുന്നു. അന്തെങ്കിലും അവിടെ കിടന്ന് കുറേമാർ ബഹളം വയ്ക്കുന്നുണ്ട്. ദേണ്ട അവൻ ഇറങ്ങി വന്നടാ, ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങി വാടാ, നിന്നെയൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കുക. അന്നേരമാണ് കമലയും കൂടെ ഇറങ്ങി വന്നെ. അന്നേരം അതിലൊരുത്തൻ ചോദിക്കുന്നുണ്ട്, ഇങ്ങനെയാണോടി മക്കളെ പെറ്റ് വളർത്തി വലുതാക്കി വിടേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ കുറേ ചീത്തയൊക്കെ പറഞ്ഞ് ഇവർ ബഹളം വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതിലൂടെ ഒരു പോലീസ് ജീപ്പ് പാസ് ചെയ്യുന്നത്. ഈ സമയം മനു കമലയോട് പറയുന്നുണ്ട്, അമ്മ ഇവിടെ നിൽക്കേണ്ട, അകത്തേക്ക് പൊയ്ക്കോ എന്ന്. പോലീസ് ജീപ്പ് കാണുന്നത് ആൾക്കാർ പേടിച്ച് ഓടാൻ തുടങ്ങുവാണ്. അതിലൊരുത്തൻ പറയുന്നുണ്ട്, സാറ് ഇതാണ് ആ ബലാത്സംഗം ചെയ്തവൻ്റെ വീട് എന്ന്. അന്നേരം പോലീസുകാർ പറയും, ബലാത്സംഗം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനിപ്പം ലോക്കപ്പിൽ കിടപ്പുണ്ട്, നീയൊക്കെ ഈ വീട്ടിൽ വന്നതിനാണ് തോന്നിയാസം കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പം, അടിച്ച് തകർക്കണം സാറേ ഇത് എന്ന് പറയുവാണ്. എന്നാൽ നിന്നെയൊക്കെ കാണിച്ചു തരാം, എല്ലാത്തിനും പിടിച്ച് വണ്ടി കയറ്റിടുമോ എന്ന് പറയുവാണ് SI കോൺസ്റ്റബിളിനോട്. അവന്മാരെ പിടിക്കാനായിട്ട് പോലീസ് ഇറങ്ങി ചെല്ലുന്നേക്കും അവന്മാർ ഓടും കേട്ടോ. അന്നേരം SI പറയുന്നുണ്ട്, ഇവന്മാർക്കൊന്നും വേറെ പണിയൊന്നുമില്ലേ, സദാചാരം കളിക്കാൻ ഇറങ്ങിയേക്കുന്നു, ഇത് സദാചാരമൊന്നുമില്ല, അവന്മാർക്ക് കിട്ടാത്തതിൻ്റെ സൂക്കേട് തീർക്കുന്നതാണ് എന്നാണ്
എന്നാണ് എസ് ഐ പറയുന്നത്. ഏതായാലും പോലീസ് ജീപ്പ് കണ്ടുകൊണ്ട് എല്ലാവരും ഓടിയങ്ങ് പോകും. അന്നേരം ചെറിയൊരു ആശ്വാസം കമലയ്ക്ക്. കമല പയ്യെ എത്തി നോക്കുന്നുണ്ട് ആൾക്കാരൊക്കെ പോയോന്നേ. ശബ്ദമൊന്നും ഇല്ലാതാകുമ്പോൾ ഇത്തിരി സമാധാനത്തിലിരിക്കുമ്പോഴാണ് മനു അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. അന്നേരം മനുവിനോട് അവരൊക്കെ പോയോടാ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോഴത്തേക്ക് പോയി എന്ന് പറയുവാണ്. അന്നേരം കമല ഇനി നമ്മൾ എന്താടാ ചെയ്യേണ്ടേ, നീ ഒന്ന് പോലീസ് സ്റ്റേഷനിൽ ചെല്ലാൻ മേലായിരുന്നോ, ഹരിയെ ഇറക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ മേലായിരുന്നോ, അല്ലെങ്കിൽ അവനെ ലോക്കപ്പിലിട്ട് തല്ലാതിരിക്കാൻ വേണ്ടി കുറച്ച് പൈസയെങ്കിലും കൊടുക്കായിരുന്നു, അല്ലാതെ ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നേ, അങ്ങോട്ട് നമ്മളാരും ചെന്നില്ലെങ്കിൽ അവൻ ആരും ഇല്ലാത്തതാണെന്ന് പോലീസുകാർ വിചാരിക്കില്ലേ എന്നൊക്കെ ഇങ്ങനെ കമല പറയുക. അന്നേരം മനു പറയുന്നുണ്ട്, അതെ പോലീസുകാരും പൊട്ടന്മാരൊന്നുമല്ല, ഹരിക്ക് ആൾക്കാരുണ്ടെന്നും ഹരിയുടെ അച്ഛൻ ഗൾഫിൽ കിടന്ന് പൈസ ഉണ്ടാക്കുന്നുണ്ടെന്നും ഉള്ള കാര്യമൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഇടി അവന് കിട്ടാനുള്ളതൊക്കെ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടിക്കാണും. ഇനി അങ്ങോട്ട് ചെല്ലട്ടെ സെൻട്രൽ ജയിലിലോട്ട്. അവിടെ ചെല്ലുമ്പം അവനെ കിടത്തുന്ന സെല്ലിൽ കുറേ ആൾക്കാർ കാണും. അവന്മാരും നല്ല രീതിയിൽ പഞ്ഞിക്കിടും. അതുകൊണ്ട് അതെല്ലാം ഏറ്റുവാങ്ങാൻ അമ്മയുടെ മോൻ തയ്യാറായി ഇരിക്കുന്നതാണ് നല്ലത് എന്ന് പറയുമ്പം, എടാ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാകുന്നത്, അവനെ ഇറക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യണ്ടേ എന്ന് ചോദിക്കുമ്പം മനുവിന് വലിയ താല്പര്യമൊന്നുമില്ല. മനു പറയും, അവന് കിട്ടാനുള്ളതെല്ലാം അവൻ മേടിച്ചെടുക്കട്ടെ, അമ്മ നന്നായിട്ട് വളർത്തി വലുതാക്കി വിട്ടതല്ലേ, എല്ലാത്തിനും സൈഡ് കൊടുത്ത് എല്ലാത്തിനും ന്യായവും പറഞ്ഞ് അവനെ ചേർത്ത് പിടിച്ചതല്ലായിരുന്നോ, ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ എന്നെ കടിച്ചു കീറാൻ വരുമായിരുന്നല്ലോ, ഇപ്പം എന്തായി എന്നൊക്കെ ചോദിക്കുവാണ്. ഇത് കേൾക്കുന്ന കമല ഇത്തിരി ആശ്വാസം എന്നുള്ള രീതി പറയുവാണ്, ഹരി മാത്രമൊന്നും അല്ലല്ലോ, ബാലേന്ദ്രൻ്റെ മകൻ രോഹിത്തും ഇല്ലേ എന്ന്. അന്നേരം മനു പയ്യ അടുത്തോട്ട് വന്നിട്ട് അതൊരു വലിയ ആശ്വാസമല്ലേ എന്ന് ചോദിക്കും. ഇത് കമല ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുമ്പോൾ സ്വഭാവത്തിന് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്നറിയാനായിരിക്കും മനു അടുത്തേക്ക് വന്നിട്ട്, ശരിക്കും ഇതിനെല്ലാത്തിനും കാരണം അലീന അലമേ എന്നിങ്ങനെ ചോദിക്കുക. അന്നേക്കും അതെ, അവൾ ഒറ്റ ഒരുത്തിയാണ് ഈ 2 കുടുംബവും നശിപ്പിച്ചത്, അവൾ വന്ന് കയറി പിന്നെ 2 കുടുംബവും നശിച്ചു എന്നൊക്കെ പറയുമ്പം കുറച്ച് നേരം ഇങ്ങനെ മനു മുഖത്തേക്ക് നോക്കിക്കുക. എന്നിട്ട് സമ്മതിച്ച് തന്നിരിക്കുന്നു കേട്ടോ, ഇനി ഈ ജന്മം നിങ്ങൾ നന്നാവുകയില്ല, ഈശ്വരന്മാർ വിചാരിച്ചാൽ പോലും നന്നാവുകയില്ല, അത്രയ്ക്ക് വിഷമുണ്ട്, വൈറസാണ്, കൊറോണയേക്കാൾ വലിയ വൈറസാണ് നിങ്ങളുടെ തലയിലുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് മനു അങ്ങ് പോകാൻ തുടങ്ങുമ്പോഴാണ് മുത്തശ്ശി റൂമിൽ കിടന്ന് വിളിക്കുന്നത്. അന്നേരം മുത്തശ്ശിയുടെ അടുത്തേക്ക് മനു പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും പുച്ഛഭാവത്തിൽ തലയാട്ടിക്കൊണ്ട് നിൽപ്പുണ്ട് കേട്ടോ കമല. അതിനും അഹങ്കാരത്തിനും ഒരു പൊടി കുറവ് വന്നിട്ടില്ല ഇതുവരെ. ഈ സമയം മുത്തശ്ശി റൂമിൽ കിടന്ന് വിളിക്കുന്നുണ്ട് എല്ലാവരെയും. കാരണം കയറ്റി വന്ന ആൾക്കാർ ബഹളം വയ്ക്കുന്നു, തെറി പറയുന്നു. എന്നിട്ടും വീട്ടിൽ വലിയ അനക്കമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് മുത്തശ്ശി എല്ലാവരും പേരെടുത്ത് വിളിക്കുന്നുണ്ട്. അന്നേരമാണ് മനു റൂമിലേക്ക് ചെല്ലുന്നത്. എന്നിട്ട് എന്താ മുത്തശ്ശിക്ക് എന്താ വിശക്കുന്നുണ്ടോ, ഭക്ഷണം എന്തെങ്കിലും വേണോ എന്നൊക്കെ ചോദിക്കുമ്പം, എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട, നിങ്ങൾ ആരും കണ്ടില്ല ഒരുത്തൻ ഗേറ്റിൽ കയറിയെന്ന് തെറി പറയുന്നേ, അതുപോലെ കല്ലെടുത്ത് എറിയോ ഒക്കെ ചെയ്യുന്നുണ്ട്, എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന് ചോദിക്കുവാണ്. അന്നേരം മനു ആകെ വിഷമിച്ച് അടുത്തിരിക്കും. എന്നിട്ട് പറയുന്നുണ്ട്, മുത്തശ്ശി ഇവിടെ ഒരു അനിഷ്ട സംഭവം നടന്നു, അത് ഞാൻ മുത്തശ്ശിയോട് തുറന്നു പറഞ്ഞില്ല എങ്കിലും കുറേ കഴിയുമ്പോൾ മുത്തശ്ശി അറിയും, അറിയാതിരിക്കാൻ വേറെ നിവൃത്തിയൊന്നുമില്ല എന്നിങ്ങനെ പറയുമ്പോൾ, എന്താണ് മോനെ എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കും. അന്നേരം മനു പറയുവാണ്, ഹരിക്ക് ഒരു പെൺകുട്ടി ഇഷ്ടമായിരുന്നു, അവൻ ആ പെൺകുട്ടിയും കൊണ്ട് ആളൊഴിഞ്ഞൊരു വീട്ടിലേക്ക് പോയി, അവൻ്റെ കുറേ കൂട്ടുകാരും ഉണ്ടായിരുന്നു, ബർത്ത്ഡേ ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞാണ് കൂടെ കൂട്ടിക്കൊണ്ട് പോയത്. അവിടെ ബർത്ത്ഡേ ഫംഗ്ഷൻ ഒന്നും ഇല്ലായിരുന്നു. ആ കൊച്ചിപ്പം തീരെ വയ്യാതെ താലൂക്ക് ഹോസ്പിറ്റലിൽ കിടക്കുവാണ്, അവൻ്റെ എല്ലാം സൂക്കേട് തീർത്തതാണ് എന്നിങ്ങനെ പറയുവാണ്. അന്നത്തേക്കും മുത്തശ്ശിക്ക് ആകെ ടെൻഷൻ, അയ്യോടാ മോനെ ഇനി എന്നാ ചെയ്യുന്നേ എന്ന് ചോദിക്കുന്നു. അന്നേരം മനു പറയുന്നുണ്ട്, രാവിലെ ഹരിയെ അവൻ്റെ കൂട്ടുകാരൻ വിളിച്ചായിരുന്നു, അന്നേരം അവൻ അങ്ങോട്ട് ചെന്നതാണ്, അവിടെ പോലീസ് ഉണ്ടായിരുന്നു, പോലീസ് പറഞ്ഞിട്ടായിരുന്നു അവനെ ഹരിയെ വിളിച്ചത്, അവിടെ ചെന്നപ്പോൾ ഹരിയും അറസ്റ്റ് ചെയ്തു എന്ന് പറയുമ്പം മുത്തശ്ശി ചോദിക്കുക, അയ്യോടാ അവൻ്റെ കൂട്ടുകാരൻ കാണിച്ചത് ചതിയല്ലേ എന്ന്. അന്നേരം കുറച്ച് നേരം മനു ഇങ്ങനെ മുഖത്തേക്ക് നോക്കിയിട്ട്, അപ്പോൾ ഹരി അറസ്റ്റ് ചെയ്യണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ, എടാ എന്നൊക്കെ പറഞ്ഞാലും അവൻ നമ്മുടെ കൊച്ചല്ലേ എന്ന് ചോദിക്കുവാണ്. അന്നേരം മനു എഴുന്നേറ്റിട്ട് പറയുന്നുണ്ട്, കൊള്ളാം നല്ല ന്യായം, എന്നാൽ ഒരു കാര്യം കൂടി അങ്ങ് കേട്ടു, വൈജാൻറ്റിയുടെ മകൻ രോഹിത്തില്ലേ, അവനെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇവർ 4 പേരോട് കൂടിയാണ് ഇതെല്ലാം ഒപ്പിച്ചത് എന്ന് പറയുമ്പോഴേക്കും ആകെ വിഷമം മുത്തശ്ശിക്ക്. അയ്യോ വൈജി ഇത് അറിഞ്ഞു കാണൂടാ, അറിയുമ്പോൾ അവളെ ഇതെങ്ങനെ സഹിക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കരയുവാണ്. അന്നേരം മനു പറയുന്നുണ്ട്, ഇതൊക്കെ സഹിക്കണം, സഹിച്ചേ പറ്റുള്ളൂ, ഭർത്താവിനെയും ആങ്ങളമാരെയും എല്ലാം ധിക്കരിച്ച് ചാടി പോകുമ്പം ഓർക്കണമായിരുന്നു ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുമെന്ന്, അപ്പോൾ ഇതൊക്കെ സഹിക്കാനുള്ള കടമ അവർക്കുണ്ട്, എല്ലാ ആക്ഷനും ഒരു ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ട് മുത്തശ്ശി, അത് അനുഭവിച്ചേ പറ്റുള്ളൂ, ഇത് ഓരോരുത്തർ ചെയ്തു വെക്കുന്നതിൻ്റെ ഫലമാണ് ഇപ്പം അടുത്ത തലമുറ അനുഭവിക്കുന്നത് എന്നൊക്കെ പറയുവാണ്. അന്നേരം മുത്തശ്ശി എടുത്തു പറയുവാണ്, എടാ അതിന് വൈജി എന്നാ ചെയ്തു എന്നാണ് നീ പറയുന്നത്, ബാലേന്ദ്രനല്ലേ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടിയിട്ട് അതിൻ്റെ അകത്തൊരു കൊച്ചിനെ ഉണ്ടാക്കി ആ പെൺകൊച്ചിനെ വീട്ടിൽ കൊണ്ട് നിർത്തിയേക്കുന്നത്, അല്ലാതെ വൈജി എന്താ ചെയ്തേക്കുന്നത് എന്ന് ചോദിക്കുവാണ്. മനു ഒന്നും അറിഞ്ഞിട്ടില്ല എന്നോർത്താണ് മുത്തശ്ശി ആ ഡയലോഗ് ഇട്ടത്. ഏതായാലും മനു ഇങ്ങനെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയുന്നുണ്ട്, കൊള്ളാം, അപ്പം മുത്തശ്ശിയുടെ മോള് പിഴച്ചു പോയിട്ടില്ലേ, മുത്തശ്ശിയുടെ മോള് കാണിച്ചതൊക്കെ ശരിയായിരുന്നോ എന്ന് ചോദിച്ചിട്ട് ആഗ്രഹം നടന്ന സംഭവങ്ങളും കൊണ്ട് പ്രസവിപ്പിച്ചതും എല്ലാം അങ്ങ് പറയുവാണ്. എന്നിട്ട്
എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആ കുഞ്ഞ് മരിച്ചുപോയി എന്ന് പറഞ്ഞ് എവിടെയോ കൊണ്ട് വലിച്ചെറിഞ്ഞു, കള്ളം പറഞ്ഞു. ഇതൊക്കെ നിങ്ങൾ ചെയ്ത പ്രവൃത്തിയല്ലേ, അതിൻ്റെ ഫലമാണ് അടുത്ത തലമുറ അനുഭവിക്കുന്നത്. ഇതൊക്കെ അനുഭവിച്ചിട്ടേ പോകുള്ളൂ, ഇതൊക്കെ നിങ്ങൾ കാണണം എന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശിക്ക് പിന്നെ വാക്കുകളില്ലാതെ ഇങ്ങനെ വിഷമിച്ചിങ്ങനെ ഇരിക്കുവാണ്. എന്നിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പം മനു പറയുന്നുണ്ട്, മുത്തശ്ശി വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല, ഇതെല്ലാം അനുഭവിച്ചിട്ടേ നമ്മൾ പോവുള്ളൂ, വേറെ നിവൃത്തിയില്ല എന്നൊക്കെ പറയുന്നു. അത് കഴിഞ്ഞ് മനു അങ്ങോട്ട് എഴുന്നേറ്റ് പോവുകയാണ്. ആകെ വിഷമിച്ച് സങ്കടപ്പെട്ട്, ഈശ്വര ഇനി എന്തിനാ ഞാൻ ജീവിച്ചിരിക്കുന്നത്, അങ്ങ് തീർന്നു പോയാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിങ്ങനെ കരഞ്ഞ് മുത്തശ്ശി അവിടെ ഇരിപ്പുണ്ട്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട്. പ്രൊമോയിൽ ഹരിയേം കൊണ്ട് കൈതക്കിലോട്ട് വരുവാണ് പോലീസ്. അവനെ കാണുന്നത് കട്ടക്കലിപ്പിലാകുന്നുണ്ട് കേട്ടോ മനു ഇങ്ങനെ ദേഷ്യപ്പെട്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്നു. അവനെ നേരെ അകത്തേക്ക് കൊണ്ടുപോവാണ് പോലീസുകാർ. അത് കഴിഞ്ഞ് കമലയുടെ മുന്നിൽ കൊണ്ടിട്ടിട്ട് അവന് 2 തള്ളക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് SI അവനെ വലിച്ച് മുന്നിലോട്ട് കയറ്റി നിർത്തിയിട്ട് കമലയോട് പറയുന്നുണ്ട്, ഇവൻ്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും മൊത്തം ഇവനെ കൊണ്ട് ഞങ്ങൾ പറയിപ്പിച്ചു. അതുപോലെ ഇവൻ കുടിച്ച മുലപ്പാൽ വരെ ഞങ്ങൾ ഇവനെ കൊണ്ട് ഛർദ്ദിപ്പിച്ചിട്ടുണ്ട്. ഇവനെ കൊണ്ട് ഇവനെയൊക്കെ മര്യാദ പഠിപ്പിക്കാൻ പറ്റുമോ നോക്കട്ടെ എന്ന് പറഞ്ഞ് കമലയുടെ മുന്നിലേക്ക് നീക്കി നിർത്തിയേക്കുവാണ്. അന്നേരം ഒരു കള്ള നോട്ടം നോക്കിക്കൊണ്ട് നിൽപ്പുണ്ട് ഹരി കമലെ. എന്നാലും ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡായിട്ട് കാണിച്ചത്. ഇതെല്ലാം കണ്ട് ദേഷ്യത്തിൽ മനു അവിടെ നിൽപ്പുണ്ട് കേട്ടോ.